ദാ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുളച്ചന്ദ്ര അമ്പലത്തിലെ ഉത്സവത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലെ പാട്ടും കിളികളുടെ സൗണ്ടും ഒക്കെ കേട്ട് എണ്ണീറ്റിട്ടുണ്ട്. ഞാൻ തലേന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു സ്റ്റേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ ഒരു എന്താണ് ചെണ്ടമേളത്തിൻ്റെയും വൈകിട്ടത്തെ പ്രോഗ്രാമിൻ്റെയൊക്കെ റിഹേഴ്സലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണ്ണീറ്റ് വന്ന് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഇടയ്ക്ക് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതവിടെ നടക്കുമ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി. ഇപ്പം ഞങ്ങൾ പോകുന്നത് വീട്ടിലേക്കാണ്. വീട്ടിൽ തൽക്കാലം ഒന്നൊന്നും വെക്കുന്നില്ലായിരുന്നു, ചേച്ചിയുടെ അങ്ങായിരുന്നു ഫുഡ് പ്രിപ്പയറിൽ മൊത്തം. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി അമ്മയ്ക്കും അച്ഛനുമായിട്ടുള്ള ചോറും കറിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഈ വർഷം ഉത്സവത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു, കാരണം അച്ഛന് വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വരത്തില്ല, അപ്പോൾ അമ്മ വരുന്നില്ല. അതുകൊണ്ട് അമ്മ കടയിലൊക്കെ ഇരിക്കുകയാണ്, അമ്മ ഉത്സവത്തിന് വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മയ്ക്ക് ചോറൊക്കെ കൊണ്ടുകൊടുത്തു. അത് കഴിഞ്ഞ് ഞാനും ഏട്ടനും വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ചു. നല്ല ഞണ്ടുകറിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതാണ്ട് അമ്പലത്തിലോട്ട് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഒരു 3 മണി ആവാറായപ്പോഴാണ് ഞങ്ങളിതാ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇന്നലെ ഓർമ്മയുണ്ടല്ലോ, കടകളെല്ലാം കയറി, ഏകദേശം 5 കട കയറിയായിരുന്നു. അങ്ങനെ കിട്ടിയൊരു ഡ്രസ്സാണ്. വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ, കോട്ടൺ ആയതുകൊണ്ട് മാർച്ചിലെ ചൂടിന് വലിയ കുഴപ്പമില്ലാതെ എനിക്ക് തോന്നി. അങ്ങനെ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഏട്ടനുണ്ട്, ആദ്യമുണ്ട്, ഞാനും ചേച്ചിയും കുഞ്ഞുമണി. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് അമ്പലത്തിലോട്ട് പോകുന്നത്. അണ്ണൻ ഓൾറെഡി അമ്പലത്തിലുണ്ട്, അണ്ണൻ അമ്പലത്തിലെ പ്രസിഡൻ്റാണ്. അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അണ്ണൻ ഉത്സവത്തിൻ്റെ മേളങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് നമ്മുടെ വയലിലേക്കാണ് ഇറങ്ങിയത്. അവിടെ നിന്നാണ് കുതിരപ്പിടുത്തം തുടങ്ങുന്നത്. അപ്പോൾ കുതിരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അയ്യോ കുഞ്ഞുമണി എന്തോ ചെയ്യുന്ന, ചേച്ചിക്ക് ഉമ്മ കൊടുക്കാൻ പോകുന്നതൊക്കെ തോന്നി. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു കുതിരയെടുപ്പിൻ്റെ അടുത്തേക്കുള്ള പൂജയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജിത്തണ്ണനൊക്കെ ആൾക്കാരൊക്കെ സജീവമായിട്ടുണ്ട്. അവരൊക്കെ അമ്പലത്തിൻ്റെ ഭാരവാഹികളാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നടക്കട്ടെ, ഞങ്ങളുടെ മേഖലയിലേക്ക് കടന്നു. ആദ്യം തന്നെ ഈ ഒരു ബോംബെ പൂടയിൽ നിന്ന് തുടങ്ങാമെന്ന് കരുതി. ഒരെണ്ണം 20 3 50 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് തന്നെ വാങ്ങി മക്കം കഴിക്കാൻ തുടങ്ങി. പണ്ടത്തെ ഉത്സവത്തിൽ നിന്നും ഇപ്പോഴത്തെ ഉത്സവത്തിന് എനിക്കൊരു പ്രത്യേകതയായിട്ട് തോന്നിയ സംഭവം എന്താ അറിയാമോ? ഇവിടെ ഈ ടൂറിസം ഇങ്ങനെ വളർന്നു വരുന്നത് കൊണ്ട് ഒരുപാട് വിദേശികൾ ഉത്സവം കാണാനായിട്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 2-3 വർഷമായിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം സജീവമായിട്ട് ഇത് ഉണ്ട്. എന്നാലും ഇങ്ങനെ എല്ലായിടത്തും ഈ പുള്ളിയൊക്കെ കണ്ടില്ലേ, നമ്മുടെ ലുങ്കിയും ഷർട്ടും ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് വന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ മോഡേൺ രീതിയിലേക്ക് പോകുമ്പോൾ അവർ നമ്മുടെ നാടൻ രീതിയിലേക്ക് വരുന്ന കാണുമ്പോൾ ഒരു സുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഈ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞു. ഇത് മറ്റേ കറക്കി ഇങ്ങനെ വലിച്ച് മേളിലോട്ട് വിടുന്നൊരു സാധനമാണ്. കഴിഞ്ഞ വർഷം ഉത്സവത്തിന് ഇത് മേടിച്ച് അവസാനം ഇത് മേളിലോട്ട് വിട്ടിട്ട് അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ മേളിൽ പോയി വീണായിരുന്നു. പിന്നെ ധാരാണ്ടെടുത്ത് താഴോട്ട് ഇറങ്ങിയാണ്. അതേ കണക്കാദ്യം ഇപ്പോൾ ഇത് മേളിലോട്ട് വിടുന്നുണ്ട്. അത് പൊങ്ങിച്ചെന്നൊരു ചേച്ചിയുടെ തലയിൽ ഇടിക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഇടിച്ചില്ല എന്ന മട്ടിലായപ്പോഴത്തേക്കും അവൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നു. ഭാഗ്യത്തിന് ആ ചേച്ചി ഒന്നും പറഞ്ഞില്ല, ചിരിച്ചങ്ങ് വിട്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതങ്ങ് പോക്കറ്റിൽ വെച്ചേക്കാൻ. അങ്ങനെ അവിടെ ഇന്ന് കുതിരപ്പിടുത്തമൊക്കെ കുറച്ച് കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ മേഖലയിലേക്ക് കടന്നു. ഉത്സവത്തിന് വന്നാൽ ഒരു കോളിഫ്ലവർ ബജി മസ്റ്റാണ് ഗൈസ്. അങ്ങനെ ഞാൻ അത് മേടിച്ച് ഏട്ടന് ഒരു സോഡ നാരങ്ങ മേടിക്കാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അങ്ങനെ ഏട്ടന് അവിടെ നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് സെറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾ കോളിഫ്ലവർ ബജിയും ഐസ്ക്രീമും ഒക്കെ പാഴ്സൽ വാങ്ങി വീട്ടിൽ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും കഴിഞ്ഞ വർഷം ഉത്സവത്തിനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഈ വട്ടം അമ്മയില്ലാത്തതിൻ്റെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓക്കെ എന്ന് വെച്ചാൽ അമ്മയ്ക്ക് വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചതാണ്, എന്നാലും അമ്മ വരത്തില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ള കോളിഫ്ലവർ ബജിയും ഐസ്ക്രീമും, അമ്മ ഐസ്ക്രീമിൻ്റെ ആളാണ്, അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഇതൊക്കെ കഴിച്ചു. അടിപൊളിയായിരുന്നു അവിടുത്തെ ബജ്ജിയും കോളിഫ്ലവർ ഫ്രൈയും ഒക്കെ സൂപ്പറാണ്. ഉത്സവത്തിൽ വന്ന് കഴിക്കുമ്പോൾ ചുടാ ഇങ്ങനെ വറുത്ത് കിട്ടത്തില്ല, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ അവരെല്ലാം നിന്ന് തിന്നുകയാണ് കേട്ടോ. ആദ്യം എന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ അത് കുടിക്കുന്നു. ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ശ്യാമണ്ണന് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്യാമണ്ണന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്സവത്തിന്. അങ്ങനെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം കെട്ടുകാഴ്ച കാര്യങ്ങളൊക്കെ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കണ്ണിലുടക്കിയതോ ഇല്ല സംഭവമാണ് പേപ്പർ മേളിലോട്ടിരിക്കുന്ന സംഭവം. ഞാൻ അത് കണ്ട് നടന്നങ്ങ് പോയപ്പോൾ ചേച്ചി നിക്കടി അവിടെ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് പേപ്പർ ഇപ്പം വിടുമെന്ന് എനിക്കറിയാം. എന്തായാലും അമ്പലത്തിൻ്റെ ഗേറ്റിലാണ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പേപ്പർ ഇപ്പോൾ പറന്ന് വരുമെന്ന് ഞാൻ അത് നോക്കി നിൽപ്പാണ്. ചേച്ചി പറയുന്ന വണ്ടിയൊക്കെ വരുന്നുണ്ട് നോക്കിക്കോ എന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് അജിത്തണ്ണം വന്നു. കാരണം കെട്ടുകാഴ്ച ടീമൊക്കെ ഇവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു അടി നടന്നാലും കരുതിയായിരിക്കും അമ്പലത്തിൻ്റെ
അമ്പലത്തിൻ്റെ ടീമുകളെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എന്താണ്ട് അവർ പേപ്പറെല്ലാം കൂടെ പറത്തി ഗൈസ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ഓടി അതിൻ്റെ മൂട്ടിൽ പോയി നിന്നു. ഏട്ടൻ്റെ കയ്യിരുന്ന നാരങ്ങ വെള്ളത്തിൽ അത് വീഴുമെന്ന് കരുതിയാന്ന് തോന്നുന്നു. ഓടിപ്പോയി മാറി നിന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് അത് മൊത്തം ആസ്വദിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉത്സവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് ഒന്ന് ബജ്ജിയും ഒന്ന് ഈ സംഭവം. പിന്നെ ഞങ്ങൾ ആ വണ്ടിയുടെ പുറകെ ആയിരുന്നു ഗൈസ്. കുറച്ച് നേരം മൊത്തം ഞാൻ ആ വണ്ടിയുടെ പുറകെയായിരുന്നു. ഞാനും ചേച്ചിയും കുഞ്ഞുമണിയും എവിടൊക്കെ നിർത്തി പൊട്ടിക്കുമെന്ന് ഇങ്ങനെ നോക്കി ഞങ്ങളിങ്ങനെ അതിൻ്റെ പുറകെ നടക്കുമായിരുന്നു. നിങ്ങൾക്കും ഇങ്ങനത്തെ സ്വഭാവമുണ്ടോ? കുറച്ച് നേരം അവിടെ നിന്ന് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് വീണ്ടും ഞങ്ങൾ മറ്റേ പേപ്പർ വറുത്തുന്ന മെഷീൻ്റെ പുറകെ നടപ്പായി. ഒന്നുകൂടെ ഒന്ന് തലയിൽ വെളുകി ഒരു സുഖമില്ല, രാത്രി ഉറക്കം കിട്ടത്തില്ലെന്ന് മനസ്സിലാക്കി ഞങ്ങൾ വീണ്ടും അതിൻ്റെ പുറകെ ഇങ്ങനെ നടന്നു കേട്ടോ. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടും അവരത് പൊട്ടിച്ചില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ വീണ്ടും കുതിരയെപ്പിടുത്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി അവിടെ നിന്നു. നല്ല രസമാണ് കേട്ടോ. ആൾക്കാരെല്ലാം മാർത്ത് വിളിച്ചുകൊണ്ട് ആ കുതിരയൊക്കെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് തന്നെ നല്ല രസമാണ്. കരയാകെ ഒരു ആവേശ മൂടാണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനുണ്ട്, ഏട്ടനുണ്ട്, ആദ്യമുണ്ട്, ചേച്ചിയുണ്ട്, കുഞ്ഞുമണിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എന്നെ ഇരിഞ്ചം പുറഞ്ചം വിട്ടിടിക്കുകയാണ് കേട്ടോ. വീണ്ടും ഞങ്ങൾ ദാണ്ട മറ്റേ മെഷീൻ്റെ കീഴിൽ പോയി നിൽക്കുന്നുണ്ട്. ഞാനൊന്ന് പറയുന്നുണ്ട്, ചേട്ടാ അതൊന്ന് പൊട്ടിക്കുമോ, ഇപ്പോൾ ഒന്ന് വിടുമോ. അപ്പോൾ ആ പയ്യൻ പറയാണ്, മോളെ ബാക്കിലോട്ട് നില്ല് ചേച്ചി, ബാക്കിലോട്ട് നില്ല്, എന്നാലേ അത് കിട്ടുമെന്നൊക്കെ കറക്റ്റ് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഞാൻ പറയുന്നത് കേട്ട് പുറകിലോട്ട് പോയി നിന്നു. പക്ഷേ അവർ ആ മെഷീനും കൊണ്ട് വേറെ എങ്ങോട്ടോ പോയി. പക്ഷേ ഞങ്ങൾ വിട്ടില്ല. ഞങ്ങളിതോ അതിൻ്റെ പുറകെ നടപ്പായിരുന്നു. അങ്ങനെ ഞങ്ങളത് പിടിച്ചു, അവരത് പൊട്ടിച്ചു, അത് തലയിൽ വീണു. എന്തൊരു സമാധാനമായിരുന്നു അറിയോ. എന്തൊരു മനസ്സുകാരെന്നറിയാവോ. ഇനിയിപ്പോൾ അടുത്ത ഉത്സവത്തിനല്ലേ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിൽ ഉത്സവത്തിന് പോയാലും ഇതൊക്കെ കിട്ടുമല്ല, വീട്ടിൽ വെച്ച് പൊട്ടിക്കാൻ പറ്റുമോ. അപ്പം ഞാൻ ഹാപ്പി, ചേച്ചി ഹാപ്പി, കുഞ്ഞുമണി ഹാപ്പി. വീണ്ടും ഞങ്ങൾ ഉത്സവം കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ നോട്ട വെട്ടേന്ന് പറഞ്ഞാൽ ഒരു നല്ല ഐസ്ക്രീം കടയാണ്. ഇഷ്ടംപോലെ ഐസ്ക്രീം വണ്ടികൾ അവിടെ എല്ലാം ഉണ്ട്. പക്ഷെ നല്ലൊരു ഐസ്ക്രീം കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ മിൽമ, അല്ലെങ്കിൽ ലാസ, അല്ലെങ്കിൽ ഏതാ ഇപ്പം അങ്ങനത്തെ ഉള്ള കുറച്ച് ബ്രാൻഡുകളുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ ലാസയുടെ ഒരു വണ്ടി കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടിൻ്റെ കോൺ ഐസ്ക്രീം മേടിച്ച് കഴിച്ചു. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ വീട്ടിൽ പോകണം. കാരണം 9 മണി 9:30 തോന്നുന്നു ഗാനമേള. അതിന് മുന്നേ ഞങ്ങൾക്ക് തിരിച്ചു വരണം. അപ്പം ഈ ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്തിരുന്ന ലോറി കണ്ടോ, ആ ലോറി അവിടെ നീങ്ങിയാൽ മാത്രമേ ഞങ്ങളുടെ ബൈക്ക് എടുക്കാൻ പറ്റൂ. കാരണം ഞങ്ങൾ അതിനകത്ത് പെട്ടുപോയി ഗൈസ്. അപ്പം ആ ഒരു വണ്ടിയുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽപ്പായിരുന്നു കേട്ടോ, മറ്റേ ഐസ്ക്രീമും കഴിച്ചുകൊണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. ഞാനല്ല കേട്ടോ, കുഞ്ഞുമണിയാണ് ഡ്രസ്സ് മാറിയിട്ടുള്ളത്. നേരത്തെ ഇട്ടിരുന്ന ആ ഒരു ഉടുപ്പില്ലേ, അത് അമ്മ മേടിച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു. അടിപൊളിയല്ലായിരുന്നോ. എങ്കിലും ഞങ്ങൾ വീട്ടിൽ വന്ന് അടുത്ത ഗാനമേളയ്ക്ക് പോകുന്നതിന് മുന്നേ ഡ്രസ്സൊക്കെ മാറി റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. കൂടത്തുള്ള എല്ലാ വർഷവും ഉത്സവത്തിന് ഗാനമേള ഇതേക്കുള്ള പരിപാടി ഉള്ളതല്ലേ, പിന്നെന്താ നിങ്ങൾ ഇത്ര തുള്ളാൻ എല്ലാ വർഷത്തെ പോലല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ഗൈസ്. ഈ വർഷം ഞാനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നോട്ടീസിൽ നോക്കിയാൽ മതി, 10ാം ദിവസത്തിൽ പരിപാടിയുടെ ആദ്യത്തെ പേര് എൻ്റെയാണ് ഗൈസ്. എനിക്ക് സന്തോഷമായി. അനുപമാശോകനുണ്ടോ എന്ന് എല്ലാവരും പോയി നോക്ക്. അങ്ങനെ ഞങ്ങൾ താണ്ടെ ആ ഒരു ഗ്ലാസും അതുപോലെ തലയിൽ വെക്കുന്ന സാധനമൊക്കെ മേടിച്ച് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മുടെ പൂരം കലാസമിതിയുടെ ആ ഒരു ചെണ്ടമേളവും ഗാനമേളവും എല്ലാം കൂടെ ആണ്. അപ്പം ഞങ്ങൾ ഫുള്ളായിട്ട് ചില്ലിയാൻ നിൽക്കുകയാണ്. അങ്ങനെ താണ്ട സ്റ്റേജും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ പരിപാടി തുടങ്ങാനായിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നല്ല ജനം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഫ്രണ്ടിൽ പോകണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. കണ്ണാണോ മെയ്യോ വെച്ചിട്ട്. കഴിഞ്ഞ വർഷം ഉത്സവത്തിനായിരുന്നു ഞാൻ ആദ്യമായിട്ട് മുളച്ചന്ദ്ര അമ്പലത്തിലെ ഉത്സവത്തിന് ഗാനമേളയ്ക്ക് രാത്രി ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അന്ന് അനുചേച്ചി പ്രഗ്നൻ്റ് ആയിരുന്നു, അതുകൊണ്ട് ചേച്ചിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഈ കൊല്ലം അടിച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എല്ലാവരുടെ സെറ്റായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ ദീപ ചേച്ചി ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് അറിയാവുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ടീമായിട്ട് അങ്ങ് പൊളിക്കാമെന്ന് കരുതി. കഴിഞ്ഞ കൊല്ലം ശ്യാമണ്ണൻ ആദ്യം തോളിലേറ്റാണ് പരിപാടിയൊക്കെ കാണിച്ചത്. ഈ കൊല്ലം അവന് ഇച്ചിരി വെയിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എങ്കിലും ശ്യാമണ്ണൻ അവനെ തോളിലൊക്കെ കയറ്റി ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പൊ ആൾക്കാരെല്ലാം നല്ല വെയിറ്റിംഗ് ആണ്. അങ്ങനെ നമ്മുടെ കാത്തിരുന്ന പരിപാടി തുടങ്ങി. മുളച്ചന്ദ്ര ദേവി ക്ഷേത്രത്തിലെ ഈ ഒരു
മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം ചെയ്യാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട്. And we are the band, the Pirate Cafe, and on right I have the very mightiest Puram Kala Samadi. So people, are you ready? Once again പല പാട്ടുകളും പലതരത്തിലുള്ള പെർഫോമൻസുകളും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ചെണ്ട കൊണ്ടുള്ളൊരു സംഭവമായിരുന്നു. അത് കിടുവായിരുന്നു കേട്ടോ. നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ. എല്ലാ പാട്ടുകളും അതിൻ്റെ ഫ്ലോ അനുസരിച്ച് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ സൈലൻ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ വരുമ്പോൾ ഫോണൊക്കെ ഉയർത്തി ഇങ്ങനെ ലൈറ്റൊക്കെ കാണിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല കുട്ടികളെ പോലെയൊക്കെ കാണിച്ചു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടത് ഡാൻസ് നമ്പർ പാട്ടുകളായിരുന്നു. അതൊക്കെ അങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒട്ടും വിട്ടില്ല, തുള്ളലങ്ങ് തുടങ്ങി ഗൈസ്. കര മൊത്തം ഒരു മനസ്സോടെ ആർത്തുല്ലസിക്കുന്ന കണ്ടോ? അത് കാണാൻ തന്നെ ഒരു രസമല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്തില്ലായിരുന്നു. ഫുള്ള് ഡാൻസ് കളിക്കാനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. വീഡിയോ മൊത്തം എടുത്തത് ഏട്ടനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിപ്സേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞങ്ങൾ ആർമാദിച്ചിട്ടുണ്ട്. ഞാനും ആദ്യം ചേച്ചിയായിരുന്നു മെയിൻ. ഏട്ടന് ശമണ്ണൊക്കെ വലുതായിട്ട് ഡാൻസ് ഒന്നും കളിച്ചില്ല കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നുപേരും എന്തായാലും നല്ല പോലെ ആഘോഷിച്ചു കേട്ടോ. സുധിയണ്ണൻ്റെ വേർപാടിന് ശേഷം നമ്മുടെ നാട്ടിൽ ഏതൊരു ഗാനമേള അമ്പലത്തിൽ വെച്ച് നടന്നാലും സുധിയണ്ണന് വേണ്ടി ഒരു പാട്ട് അവരെ കൊണ്ട് പാടിക്കാറുണ്ട്. ഈ കൊല്ലം ആ പതിവ് തെറ്റിയില്ല. സുധിയണ്ണന് വേണ്ടി അവരൊരു പാട്ട് പാടിയായിരുന്നു കേട്ടോ. എത്ര പുതിയ ഫാസ്റ്റ് നമ്പർ സോങ് വന്നാലും നമ്മുടെ പഴയ ലാലേട്ടൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതൊരു കിടിലൻ ഫീൽ തന്നെ. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് ക്ഷീണിച്ച് ഞങ്ങളൊരു വെള്ളം കുടിക്കാനായിട്ട് പോയി. എന്തായാലും ഈ സമയത്ത് ഉത്സവപ്പറമ്പിൽ നിന്ന് വെള്ളം കിട്ടുമ്പോൾ തണുപ്പൊന്നും കാണത്തില്ല. പക്ഷേ ഇവർ ഇഷ്ടം പോലെ ഐസൊക്കെ ഇട്ടാണ് ആ ഒരു തണ്ണിമത്തങ്ങ ജ്യൂസ് വന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സംഭവമായിരുന്നു. ഞങ്ങളതൊക്കെ കുടിച്ചു. ഒരെണ്ണം മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ലതാണെങ്കിൽ ഒരെണ്ണോടെ മേടിക്കാമെന്നും പറഞ്ഞാണ് മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ 2 ഗ്ലാസ് തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു. അതിനുശേഷം ഞങ്ങൾ ഡാൻസ് കളിയൊക്കെ നിർത്തി റെസ്റ്റായിരുന്നു. അങ്ങനെ റെസ്റ്റ് എടുക്കുമ്പം എന്തെങ്കിലും ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. പിന്നെ ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി, ഒരു ചോക്കോബാറൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊരിയും സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ വീട്ടിലോട്ട് മേടിച്ചുകൊണ്ട് പോകണ്ടേ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മണിയമ്മയൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും എങ്ങാണ്ടൊക്കെയാണ്, കാരണം കുഞ്ഞമ്മയുടെ വീട് മൺട്രോത്തുരത്തായതുകൊണ്ട് അമ്മ അവിടെ ആയിരിക്കും. അങ്ങനെ എല്ലാവരും അവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ മുളച്ചന്ദ്ര അമ്പലത്തിലെ ഉത്സവം സമാപിക്കുകയാണ്. ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചേച്ചി പോകുന്ന പോക്ക് കണ്ടില്ലേ, പിള്ളേർക്കുള്ള കളിപ്പാട്ടമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ്. പിന്നെ അവിടെ ചെന്ന് ചോറ് കഴിച്ചൊരു ഒറ്റ ഉറക്കമായിരുന്നു. അത്രയ്ക്ക് ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.